ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോകുന്ന നമ്മുടെ ലൈഫിനെ ചേഞ്ച് ചെയ്യുന്ന ചില മൊമെൻറ്റ്സ് ചിലപ്പോൾ എല്ലാവരുടെയും ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും. ചിലപ്പോൾ ഏതെങ്കിലും ഒരു ടീച്ചർ നമ്മളെ വിളിച്ച് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ കാര്യം പറഞ്ഞതാവാം, നമ്മൾ ഏതെങ്കിലും ഒരു ഈവൻറ്റിൽ പങ്കെടുത്തതാവാം, എന്തെങ്കിലും ഒരു പരീക്ഷ എഴുതിയതാവാം. എൻ്റെ ലൈഫിനെ അങ്ങനെ ചേഞ്ച് ചെയ്തൊരു മൊമെൻ്റ് ആയിരുന്നു 9ാം ക്ലാസ്സിൽ ഞാനൊരു ക്വിസ് പ്രോഗ്രാമിൽ പങ്കെടുത്തത്. ഒരു പരീക്ഷ, ഒരു ടെസ്റ്റ്. പക്ഷേ ആ ടെസ്റ്റ് നടന്നത് കോഴിക്കോട് NIT വെച്ചിട്ടായിരുന്നു. അതുവരെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന സങ്കല്പം, ഒരു കോളേജ് എന്ന് പറഞ്ഞാലുള്ള സങ്കല്പം എന്നുള്ളത് വലിയൊരു ബിൽഡിങ്ങും പിന്നെ കുറേ ആളുകളും ഒരു വലിയൊരു ഗ്രൗണ്ടും കുറച്ച് ബസ്സുകളും ഒരു പൂന്തോട്ടം എന്നുള്ളതൊക്കെ ആയിരുന്നു. കോഴിക്കോട് NITയുടെ ഒരു ക്യാമ്പസിലോട്ട് ഒരു സ്കൂൾ പ്രായത്തിൽ ഞാൻ പോയപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു ഫീലിംഗ്, ഇറ്റ് വാസ് കൈൻഡ് ഓഫ് ഔട്ട് ഓഫ് ദ വേൾഡ്. ആ ക്വിസ് പ്രോഗ്രാമിൽ ഞാൻ ജയിച്ചോ ജയിച്ചില്ലേ എന്നുള്ളതിലപ്പുറം ഞാൻ അന്ന് തീരുമാനിച്ചു, ഇത്രയധികം ഡിപ്പാർട്ട്മെൻറ്റുകളുള്ള 250 ഏക്കറോളം വിശാലമായിട്ടുള്ള ഈ ഒരു ക്യാമ്പസ് ഉള്ള ഇത്ര മനോഹരമായിട്ടുള്ളൊരു സ്പേസിൽ ഇവിടെയെങ്കിലും ഞാൻ വന്ന് പഠിക്കും എന്നുള്ളത് ഞാൻ അന്ന് തീരുമാനിച്ചു. അത്തരം ഒരു ഡിഫൈനിങ് മൊമെൻ്റ് ആവാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു ടെസ്റ്റിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ തൗസൻഡ്സ് ഓഫ് സ്റ്റുഡൻസ് ആൻഡ് പാരൻസിനോട് സംസാരിച്ചിട്ടുണ്ട്. ഈ സംസാരങ്ങളിലൊക്കെ വരുന്നൊരു കോമൺ തീം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ കുട്ടി മിടുക്കനാണ്, ബട്ട് ഹീ ഈസ് നോട്ട് അച്ചീവിങ് ദാറ്റ് ലെവൽ. അവന് നന്നായി പഠിക്കുന്നുണ്ട്, പക്ഷെ അവന് വേണ്ടത്ര മാർക്ക് ലഭിക്കുന്നില്ല. അവന് IITയിൽ എത്തണം, അല്ലെങ്കിൽ എയിംസിൽ എത്തണം, അല്ലെങ്കിൽ വേൾഡിലെ ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസിൽ എത്തണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അവനെ ഞങ്ങൾക്ക് എങ്ങനെ ഗൈഡ് ചെയ്യണം എന്നറിയില്ല. ഇങ്ങനെ ഒരു ഡിലേമയിൽ നിൽക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ, നിങ്ങളുടെ കുട്ടിയുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പോകുന്ന ഒരു ടെസ്റ്റ് ഞങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതാണ് XET അഥവാ X&Y എൻട്രൻസ് കം സ്ക്രീനിങ് ടെസ്റ്റ്. ഇത് കേവലം ഒരു ടെസ്റ്റ് അല്ല, നേരെ മറിച്ച് ഒരു ഐ ഓപ്പണർ ആയിരിക്കും. കാരണം നിങ്ങളുടെ കുട്ടി ഇപ്പോൾ ട്രൂലി എവിടെ നിൽക്കുന്നു എന്നുള്ളതും, അവന് മുന്നോട്ട് പോകാൻ എന്ത് ഗൈഡൻസ് ആണ് വേണ്ടത് എന്നുള്ളതും, അവന് മുന്നോട്ട് പോകേണ്ട പാത്ത് ഡിഫൈൻ ചെയ്യുന്ന രീതിയിലാണ് ഈ ടെസ്റ്റും അതിനെ ഫോളോ ചെയ്യുന്ന ഒരു കൗൺസിലിംഗ് പ്രോസസ്സും ഞങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു XET എന്നുള്ളത് X&Y ഫൗണ്ടേഷൻ പ്രോഗ്രാമിലോട്ടുള്ള ഒരു എൻട്രി പോയിൻ്റാണ്. എന്നോട് ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, JEE NEET പോലത്തെ പരീക്ഷകൾക്ക് അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാംസിന് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 10th ശേഷം അല്ലെങ്കിൽ 12th ശേഷം പ്രിപ്പയർ ചെയ്താൽ പോരെ എന്നുള്ളത്. JEE എന്നുള്ളത് ഇന്ത്യയിലെ ഏറ്റവും സെലിബ്രേറ്റഡ് എക്സാംസിലെ ഏറ്റവും ടഫസ്റ്റ് എക്സാംസിലൊന്നാണ്. ഏകദേശം ഒരു 50 വർഷത്തിലധികം പഴക്കമുള്ള ഈ ഒരു എക്സാമിൽ ഒരൊറ്റ തവണ മാത്രമാണ് ഒരു റിപ്പീറ്റർ ആയിട്ടുള്ള ഒരാൾ ടോപ്പറായിട്ട് വന്നിട്ടുള്ളത്, 2002 മാത്രം. എന്നാൽ ഇത്രയും കാലം +2ൻ്റെ കൂടെയാണ് ഈ കുട്ടികളെല്ലാം ഈ പരീക്ഷ എഴുതി ക്വാളിഫൈ ചെയ്തിട്ടുള്ളത്. എന്ന് മാത്രമല്ല, ഈ കുട്ടികളിൽ ഏറ്റവും മിടുക്കരായിട്ടുള്ള ആളുകൾ നേരത്തെ തന്നെ ഈ ഒരു എക്സാംസിന് വേണ്ടി പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുള്ള ആളുകളാണ്. കാരണം ഇതൊരു ഓൾ ഇന്ത്യ ലെവൽ കോമ്പറ്റേറ്റീവ് എക്സാമാണ്. നമ്മൾ കേരളത്തിൻ്റെ ഒരു സ്ഥിതി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഇത്തരത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിൽ നമ്മൾ വളരെ പിന്നിലാണെന്ന് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് JEEയിൽ നമ്മൾ ഏകദേശം ഒരു 200 ആളുകളെ മാത്രമാണ് ഓരോ വർഷം ക്വാളിഫൈ ചെയ്യിപ്പിക്കുന്നത്, കേവലം 1% താഴെ മാത്രം. അതേപോലെ തന്നെ NEET എക്സാം എടുത്ത് നോക്കുകയാണെങ്കിൽ ടോപ്പ് റാങ്കേഴ്സ് എയിംസിലും ജിപ്മറിലൊക്കെ എത്താൻ കേപ്പബിലിറ്റി ഉള്ള മലയാളികളുടെ എണ്ണം ആക്ച്വലി കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. CUET എന്ന് പറയുന്ന ഒരു എക്സാം വന്നതിന് ശേഷം ഡൽഹി യൂണിവേഴ്സിറ്റിയിലും ജാമിയ മില്ലിയയിലും JNUയിലും അലിഗഡിലും എല്ലാം അഡ്മിഷൻ എടുക്കുന്ന മലയാളി സ്റ്റുഡൻസിൻ്റെ എണ്ണം കുറഞ്ഞു വരുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് കാണിച്ചു തരുന്നത് കൃത്യമായിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ്റെയും അതേപോലെ തന്നെ ഗൈഡൻസിൻ്റെയും അഭാവമാണ്. ഈ ഒരു ഗ്യാപ്പാണ് X&Y ഫൗണ്ടേഷൻ പ്രോഗ്രാം ഫുൾഫിൽ ചെയ്യാൻ നോക്കുന്നത്. നമ്മൾ ഈ ഒരു ഫൗണ്ടേഷൻ പ്രോഗ്രാമിനുള്ളൊരു എൻട്രി പോയിന്റ് ആയിട്ടാണ് നമ്മുടെ XET വെച്ചിട്ടുള്ളത്. ഇപ്പോൾ 5 മുതൽ 9 വരെ ക്ലാസ്സുകൾ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞ കുട്ടികളുണ്ടല്ലോ, അവർക്ക് XET എക്സാമിന് വേണ്ടി രജിസ്റ്റർ ചെയ്യാം. ഫ്രീ ആയിട്ടാണ് ഈ എക്സാം നടത്തുന്നത്. താഴെ അതിനുള്ള ലിങ്ക് ഞാൻ നൽകുന്നുണ്ട്. ഓക്കെ, ഈ ഒരു എക്സാം നിങ്ങൾ ഇത്രയും കാലം പഠിച്ച ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, മെൻ്റൽ എബിലിറ്റിയെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു എക്സാം നടത്തുന്നത്. ഒരു ഈസി ഗോയിങ് എക്സാം. അതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് X&Yയുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ എക്സാം നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടി എവിടെ നിൽക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊരു കേവലം ഒരു സ്കൂൾ എക്സാമിനെ പോലെ എല്ലാവർക്കും A+ വാങ്ങിത്തരാനുള്ള ഒരു എക്സാം അല്ല. നേരെ മറിച്ച് ഓരോ സബ്ജക്റ്റിലും കുട്ടിക്കുള്ളൊരു പ്രൊഫിഷ്യൻസി നിങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെടും. ഏതെല്ലാം സബ്ജക്റ്റിലാണ് കുട്ടി ഇംപ്രൂവ് ചെയ്യേണ്ടത്, ഏതെല്ലാം സബ്ജക്റ്റിലാണ് ഇപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ളത്, എവിടെയൊക്കെയാണ് സ്ട്രെങ്തൻ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണ കിട്ടും. അതിനുശേഷം നമ്മുടെ ഒരു അക്കാഡമിക് കൗൺസിലേഴ്സിനോട് സംസാരിക്കുന്നത് കൂടിയിട്ട് എവിടേക്കാണ് നമ്മുടെ കുട്ടിയെ ഗൈഡ് ചെയ്യേണ്ടത്, എവിടെയാണ് അവൻ്റെ ടാലൻറ്റ് കിടക്കുന്നത്, നമുക്ക് എവിടെയൊക്കെ ഇംപ്രൂവ് ചെയ്യാനുണ്ട് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ പാരൻസിനെ സംബന്ധിച്ചിടത്തോളം ലഭിക്കുന്നു. ആവശ്യമെങ്കിൽ ഞാൻ അടക്കമുള്ള X&Y ഫാക്കൽറ്റീസുമായിട്ട് സംസാരിക്കാനുള്ള അവസരം കൂടി ഒരു ടെസ്റ്റിന് ശേഷം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ XET നടക്കുന്നത് April 12 രാവിലെ 9 മുതൽ രാത്രി 9 വരെ ഏതെങ്കിലും ഒരു ടൈം സ്ലോട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നിങ്ങളുടെ വീട്ടിലിരുന്നുകൊണ്ട് പരീക്ഷ എഴുതാവുന്നതാണ്. 5-6 ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക്
അവരുടെ 5-6 ക്ലാസ്സുകളിൽ പഠിച്ച സയൻസ്, മാത്സ്, മെൻ്റൽ എബിലിറ്റിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ 40 ചോദ്യങ്ങൾ 45 മിനിറ്റിൽ അവർ ആൻസർ ചെയ്യേണ്ടതുണ്ട്. 7, 8, 9 ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് 1 മണിക്കൂർ 60 ക്വസ്റ്റ്യൻസ് ആണ് അവർക്കുള്ളത്. ഇത് ആൻസർ ചെയ്യേണ്ടതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ കുട്ടിയെ ഒരു ടോപ്പറാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റ് അല്ല, നേരെ മറിച്ച് നമ്മുടെ കുട്ടിയുടെ ഒരു കൃത്യമായിട്ട് അവർ എവിടെയാണ് ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു പരീക്ഷയാണ്. അതോടൊപ്പം ഈ പരീക്ഷയിൽ നല്ല വിജയം വാങ്ങുന്ന ആളുകൾക്ക് നമ്മൾ അടിപൊളി സ്കോളർഷിപ്പുകളും നമ്മുടെ ഫൗണ്ടേഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് നൽകുന്നതാണ്. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ ഭാവി സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട് ഇന്ന് തന്നെ XCTക്ക് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. April 12 ടെസ്റ്റ് മറക്കണ്ട, ലിങ്ക് ഞാൻ താഴെ നൽകുന്നുണ്ട്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ് ആൻഡ് ഡു റീച്ച് ഔട്ട് ടു അസ് ഫോർ എനി ഹെൽപ്പ് റിക്വയർഡ്. താങ്ക് യു.